റോഡിൽ പോയപ്പോൾ തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും എന്നാണ് തോന്നുന്നത്. ശശി തരൂർ. എന്തുകൊണ്ടാ? ഐ തിങ്ക് ഇവിടുത്തെ പീപ്പിൾ കുറച്ച് പുള്ളിക്ക് സപ്പോർട്ടീവ് ആണ്. കഴിഞ്ഞ 2 പ്രാവശ്യം പുള്ളിക്കല്ലായിരുന്നോ, ഈ ടൈമും പുള്ളി തന്നെ ആയിരിക്കുന്നതാണ്. ഒരഭിപ്രായവും എനിക്കില്ല. അത് ഞാൻ പറയത്തില്ല. ജനങ്ങളെ തൊട്ടറിയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് LDF-ല്. സഖാവ് തന്നെ മുന്നിട്ട് വരും, ഒരു മാറ്റവും ഇല്ല. നമ്മൾ എന്നും മണ്ടന്മാരായിട്ട് ഇരുന്നാൽ മതിയോ? അപ്പോൾ അവർ ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫലമുണ്ടാവും. നമ്മൾ ജയിക്കട്ടെ. ഒരു മാറ്റം വരട്ടെന്നാണ് പറയുന്നത്. ഒരു മാറ്റം വരട്ടെന്നാണ്. അത് പറയണ്ട. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഒന്നാമൻ ആരാണെന്നത് മാത്രമല്ല, ഫോട്ടോ ഫിനിഷിൽ മൂന്നാമതായി ആരാണ് എത്തുക എന്നതുപോലും തിരുവനന്തപുരത്ത് പ്രവചനം അസാധ്യമാണ്. അത്രയ്ക്ക് കടുത്ത പോരിനാണ് തലസ്ഥാനം മുൻ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. ഇക്കുറി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതും. ആരെ കാക്കും ഇക്കുറി തിരുവനന്തപുരം? നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, നമ്മുടെ ലോക്സഭാ ഇലക്ഷനിലെ ഇത്തവണ ഒരു ആർക്കായിരിക്കും ഒരു ജയസാധ്യത ഇവിടെ ഉണ്ടാവുക? ഒരു മാറ്റം വരട്ടെന്നാണ് പറയുന്നത്. ആർക്കാണ്? ഒരു മാറ്റം വരട്ടെന്നാണ്. മാറ്റം വരണം. അപ്പൊ ആരാ? അത് പറയണ്ട. അല്ല, ഇപ്പൊ ശശി തരൂരാണ്. അപ്പൊ മാറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലേക്ക് പോണോ BJP-യിലേക്ക് പോണോ? BJP-ക്ക് പോട്ടെ. രാജീവ് ചന്ദ്രശേഖറിലേക്ക് ആണ്. വോട്ട് ഇവിടെയാണ്. ഒരു തിരുവനന്തപുരംകാരി എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ഷനൊക്കെ ചൂടിങ്ങനെ വർദ്ധിച്ചു വരും? നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല ചൂടല്ലേ, അതുപോലെ തന്നെ ഇലക്ഷന്റെ ചൂട് വർദ്ധിച്ചു വരിക. എങ്ങനെ തോന്നുന്നു? ആർക്കാണ് ഇവിടെ ഒരു ജയസാധ്യത ചേച്ചിക്ക് തോന്നുന്നത്? ഒരഭിപ്രായവും എനിക്കില്ല. ഇല്ല. എന്നാലും ചേച്ചി വോട്ട് ആർക്കാ കൊടുക്കുക? അത് ഞാൻ പറയത്തില്ല. അത് ഞാൻ പറയൂല. ഇല്ല. അപ്പൊ ജയസാധ്യത ആർക്കാ? ഒന്ന് മൊത്തത്തിലുള്ള ഒരു സംസാരമൊക്കെ വെച്ചിട്ട് ആർക്കാന്നാ തോന്നുന്നേ? ഇപ്പൊ കണ്ടില്ലേ, മോള് തന്നെ കേട്ടില്ലേ, ഓരോ ദിവസവും ഓരോരുത്തരെ പറ്റിയാ പറയുന്നത്. ഇതിനകത്ത് ഒരു സ്ഥായിയായ ചിന്ത ആർക്കും ഇല്ല. എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിനൊരു തീരുമാനമുണ്ട്, അത് അങ്ങനെ ഉള്ളൂ. പറയത്തില്ല. കൊന്നാലും പറയില്ല. ഇല്ല. ഏത് മുന്നണി ഇത്തവണ ലോക്സഭാ ഇലക്ഷനില് ഒരു ജയസാധ്യത തോന്നുന്നേ? ഇവിടെ ട്രിവാൻഡ്രത്ത് ശശി തരൂർ. എന്തുകൊണ്ടാ? ഐ തിങ്ക് ഇവിടുത്തെ പീപ്പിൾ കുറച്ച് പുള്ളിക്ക് സപ്പോർട്ടീവ് ആണ്. കഴിഞ്ഞ 2 പ്രാവശ്യം പുള്ളിക്കല്ലായിരുന്നോ, ഈ ടൈമും പുള്ളി തന്നെ ആയിരിക്കുന്നതാണ്. 3 പ്രാവശ്യം ഇതാണ്, നാലാമത്തെ പ്രാവശ്യം. സോ ഇത്തവണത്തെ ഇലക്ഷനില് ആർക്കാ ഒരു ജയസാധ്യത തോന്നുന്നത് ചേട്ടന്? BJP ആയിരിക്കും. രാജീവ് ചന്ദ്രശേഖർ. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? അല്ല, എനിക്ക് തോന്നിയത് പറഞ്ഞു. ആര് ജയിക്കണം? അതാ ചേട്ടനോട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. നമ്മളാരും നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. നമ്മൾ എന്നും മണ്ടന്മാരായിട്ട് ഇരുന്നാൽ മതിയോ? അപ്പോൾ അവർ ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫലമുണ്ടാവും. നമ്മൾ ജയിക്കട്ടെ. നമുക്ക് തിരുവനന്തപുരത്ത് ഇത്തവണ ആര് ജയിക്കും? ആർക്കാണ് ഒരു ജയസാധ്യത കൂടുതലായി തോന്നുന്നത് ചേട്ടന്? റോഡിൽ പോയപ്പോൾ തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ തോന്നാൻ കാരണം? ആ വ്യക്തി ജയിച്ച ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പം പലതും ഇവിടെ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് അതില് ഇലക്ഷൻ്റെ ആണോ? പ്രത്യേകിച്ച് എന്ത് പറയാനുള്ളത്? ജനങ്ങളെ തൊട്ടറിയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് LDF-ല്. സഖാവ് തന്നെ മുന്നിട്ട് വരും, ഒരു മാറ്റവും ഇല്ല. ലോക്സഭാ ഇലക്ഷനിലും സഖാവ് എന്നാണ് സാധാരണപ്പെട്ട സാധാരണക്കാരനാണ്. അത് ജനങ്ങളെ തൊട്ടറിയാന്നുള്ള, ജനങ്ങളെ അറിയാന്നുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഭൂരിപക്ഷത്തോടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള നല്ല ഉറപ്പുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN Media News YouTube ചാനൽ.